എല്ലാ വർഷവും ഫെബ്രുവരി 13-നാണ് ലോകമാകെ ചുംബന ദിനം ആഘോഷിക്കുന്നത്. ഓരോ ചുംബന ദിനങ്ങൾക്കുമുണ്ട് ഒരുപാട് കഥ പറയാൻ. പല സംസ്കാരങ്ങളിലും ചുംബനങ്ങൾ പല രീതിയിലാണ്. ചുംബിക്കാൻ പ്രണയം വേണമെന്ന ഒരു നിർബന്ധവുമില്ല. ചില രാജ്യങ്ങളിൽ പരസ്പരം ചുംബിച്ചുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങുക. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയിരുന്നു. നമ്മൾ തിരിച്ചു കൊടുത്ത ചുംബനങ്ങൾ വാത്സല്യത്തിൻ്റേതായിരുന്നു. പിന്നീട് വളർന്ന് യൗവനത്തിലെത്തിയപ്പോൾ അത് പ്രണയത്തിൻ്റെ ചുംബനങ്ങളായി. സുഹൃത്തുക്കൾ നൽകുന്ന ചുംബനങ്ങൾ വേറെയും, മാതാപിതാക്കൾക്ക് നൽകുന്ന ചുംബനങ്ങൾക്ക് മറ്റൊരു മാനമായിരുന്നു. അങ്ങനെ ഓരോ സന്ദർഭങ്ങൾക്കും അനുസരിച്ച് ചുംബനങ്ങളുടെ സ്വഭാവവും മാറും എന്നർത്ഥം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ആദ്യത്തെ ചുംബനം ഒരമ്മയുടെ ചുംബനമാണ്. അത് അവളുടെ കുഞ്ഞിനോടുള്ള അതിരറ്റ സ്നേഹം കാണിക്കുന്നു. ചുംബനം രണ്ട് വ്യക്തികൾക്കിടയിൽ അഭേദ്യമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തി നൽകുന്നു. രണ്ട് ആത്മാക്കളെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ മനോഹരമായ പ്രകടനമാണ് ഒരു ചുംബനം. ചുംബനങ്ങൾ പലവിധമുണ്ട്. അവയുടെ അർത്ഥം എന്തെന്നുകൂടി അറിയാം. കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രതീകമാണ് നെറ്റിയിൽ നൽകുന്ന ചുംബനം. നെറ്റിയിൽ ചുംബിക്കുന്നത് ബഹുമാനം, സംരക്ഷണം, ആഴത്തിലുള്ള വൈകാരിക ബന്ധം എന്നിവയെ സൂചിപ്പിക്കുന്നു. കവിളിൽ ചുംബിക്കുന്നത് സൗഹൃദത്തെയും വാത്സല്യത്തെയും സൂചിപ്പിക്കുന്നു. വളരെ ആഴത്തിൽ പ്രണയബന്ധങ്ങളുള്ളവർ പരസ്പരം പങ്കുവയ്ക്കുന്ന ചുംബനമാണ് ഫ്രഞ്ച് കിസ്. ഒരാളുടെ കയ്യിൽ ചുംബിക്കുന്നത് ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും പ്രതീകമാണ്. ഈ കിസ് ഡേയിൽ പ്രണയിതാക്കൾക്ക് മാത്രമല്ല, സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പരസ്പരം ചുംബനത്തിലൂടെ നമുക്ക് സ്നേഹം പങ്കുവയ്ക്കാം.